ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ കുഴിച്ചുമൂടി ജീവിക്കുന്നവരാണ് വീട്ടമ്മമാരെന്നാണ് പലരുടെ അഭിപ്രായം. അങ്ങനെയാണോ? നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ കുഴിച്ചു മൂടിയിട്ടാണോ ജീവിക്കുന്നത്? ഒരു പരിധി വരെയൊക്കെ ആയിരിക്കാം, പക്ഷെ എന്നാലും കുറേയൊക്കെ നമ്മളുടെ സ്വപ്നങ്ങളുടെ ബാക്കി പത്രം തന്നെയല്ലേ നമ്മളുടെ കുടുംബം. സ്നേഹമുള്ളൊരു കുടുംബം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്, ഇല്ലേ? അപ്പോൾ ആ ഒരു സ്നേഹൊത്തൊരുമയും എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ഈദ് ദിവസത്തെ വ്ളോഗാണ്. ഞാൻ കുറേ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഞാൻ ഇത് ഷൂട്ട് ചെയ്ത ദിവസം ഈദാണ് കേട്ടോ. ഈദ് പെരുന്നാൾ നടന്ന ദിവസമാണ്. അപ്പോൾ ഇതാ ഞാൻ നോണൊന്നും അങ്ങനെ അധികം ഉണ്ടാക്കിയില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് അധികം മുസ്ലിംസ് ഫാമിലീസ് ഒന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്നു, അപ്പോൾ ഭയങ്കര സുഖമായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ കട്ട്ലേറ്റ്, സമൂസ അടിപൊളിയായിരുന്നു. ഇപ്പം അധികം അങ്ങനെ ഇല്ല. ഇപ്പം അങ്ങനെ കൊടുത്തിട്ടുള്ളൊരു സ്നേഹപരിപാടിയൊന്നും നമ്മുടെ ഏരിയയിലില്ല കേട്ടോ. ഓണം വരുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും, പിന്നെ പെരുന്നാൾ വരുമ്പോൾ പള്ളി പെരുന്നാൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കൊടുക്കും. അല്ലാണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ വരുമ്പോൾ അല്ലാണ്ട് അങ്ങനെ ഒരു കൊടുക്കൽ എനിക്ക് തോന്നുന്നു പണ്ടത്തേക്കാണ് ഒത്തിരി ഉള്ളത്. അപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാ ഇത് ഞാൻ കട്ടിപ്പരിപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇന്ന് ഇലയിൽ ചോറ് കഴിക്കണം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ കട്ടിപ്പരിപ്പ്. അപ്പോൾ ഞാൻ ഓർത്തുന്ന സാമ്പാർ വേണ്ട, കഴിഞ്ഞ ദിവസവും സാമ്പാർ തന്നെ ആയിരുന്നല്ലോ, കട്ടിപ്പരിപ്പ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. കട്ടിപ്പരിപ്പിനുള്ള സാധനങ്ങളാണ് ഉരുളക്കിഴങ്ങ്, നമ്മുടെ സവാള ഒരെണ്ണം, ഉരുളക്കിഴങ്ങ് ഒരു 2 എണ്ണം എടുത്തോളൂ കേട്ടോ. പിന്നെ പരിപ്പ്, പച്ചമുളക് 2 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി ഇഞ്ചി ഇല്ലാണ്ട് ഉണ്ടാക്കുന്നൊരു സ്റ്റൈലുണ്ട്, പക്ഷെ അത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇത്രയും സാധനങ്ങളിലേക്ക് 2-ാം പാലും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്, തേങ്ങാപ്പാൽ 2-ാം പാലും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതെൻ്റെ അമ്മച്ചി കുക്കറാണ് കേട്ടോ. എൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്ന കുക്കറാണ്. ഞാനതിൻ്റെ വിസലും വാഷറൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. എനിക്കിത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും പാത്രങ്ങൾ? നമുക്കിങ്ങനെ ഒത്തിരി മെമ്മറീസ് ഉള്ള ചില പാത്രങ്ങൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്കത് എന്തൊക്കെ പറഞ്ഞാലും കുക്കർ എനിക്ക് കളയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതാ ഞാൻ അവിടെ ചോറിനുള്ള അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട്. ഇതെന്താണെന്നോ ഞാൻ നേരത്തെ കാണിച്ചു, ആ സമയത്ത് പറയാൻ വിട്ടുപോയി. ഇത് നമ്മൾ കവർ പാലാണല്ലോ മേടിക്കുന്നത്. അപ്പോൾ കുറേശ്ശെ പാല് തിരിശ്ശെ വരുമ്പോഴത്തേനും അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അങ്ങനെ ഒരു 5-8 ദിവസം ആകുമ്പോഴത്തേനും ആ പാലെടുത്തിട്ട് ഒഴിച്ചിട്ടാണ് ഞാൻ തൈര് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പം ഒരു കറിക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ തൈര്, ഇത്തിരി സംഭാരം നമുക്ക് ചൂടത്ത് കുടിക്കണമെങ്കിലൊക്കെ നമുക്ക് തൈര് അടിപൊളിയാട്ടോ. അപ്പോൾ അതിൻ്റെ പാടയൊക്കെ പാത്രത്തിലാക്കി മാറ്റി ഞാൻ ഫ്രീസറിലേക്ക് എടുത്തു വയ്ക്കും. നന്നായിട്ട് തണുത്തെന്ന് പറഞ്ഞാൽ ഐസ് പോലെ ഒന്നും ആവണ്ട, ഈ ചൂടത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് തണുത്തും കിട്ടില്ല. അപ്പോൾ മാക്സിമം ചൂട് കുറച്ചിട്ട് നമ്മളിതാ 2 ടിന്നിലാക്കി വെക്കണം. പിന്നെ ഒരു കാര്യം, പ്ലാസ്റ്റിക്കിൻ്റെ ജാറിൽ തൈര് പാൽ ഒഴിച്ച് വെക്കണേക്കാൾ നല്ലത് ഒരു ചില്ലിൻ്റെ ജാറിൽ വെക്കണതാണ് കേട്ടോ. ഒരു ഗ്ലാസ് ജാറിൽ വെക്കണതാണ്. അപ്പോൾ അതാ നല്ല കട്ട പോലെ നല്ല ക്രീമി ആയിട്ട് തൈര് വരാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. ഞാൻ കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് തൈര് തന്നെയാണ് കേട്ടോ, ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് സംഭാരടിച്ച് മക്കൾക്ക് കൊടുക്കും. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് വെള്ളം കൂട്ടി പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ തൈര് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രീസായി കാണുമ്പോൾ ഇത് എന്താ സാധനം എന്ന് ഓർക്കണ്ട. എന്നിട്ട് പച്ചമുളക് ഇങ്ങനെ നെടുകെ ഒന്ന് കീറിയിട്ട് 2ആയിട്ട് ഇങ്ങനെ പിളർത്തിയെടുക്കണ്ട. കീറിയ ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ തുറന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5-8 അതള് വേപ്പിലയും കൂടി അതിലേക്ക് ഇട്ടിട്ട് അടച്ചു വെക്കാൻ. അത് കുറേ തവണ വേറെ ടിപ്പിൻ്റെ ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഗ്ലാസ് ജാറിൽ തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഒഴിച്ച് റെഡിയാക്കി തൈരാകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തോട് നേരം കഴിഞ്ഞാൽ നല്ല കട്ടി തൈരായിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്കൊക്കെ പോയി ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ. അത് നമുക്ക് ഇന്നാളത്തേക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറി വെക്കണമല്ലോ. കട്ടിപ്പരിപ്പിനുള്ള കാര്യങ്ങൾ അവിടെ റെഡി ആവുന്നുണ്ട്. ചോറിന് ഉള്ള അരി അവിടെ വേകുന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ അന്നത്തെ കായയും പയറും വെച്ചതിൽ പയർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. സ്റ്റൂവിനെടുത്ത 2 ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങല്ലോ ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ കുറേശ്ശെ ഉണ്ടായിരുന്നത് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് കറിയാണ്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയല്ലേ? എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി അങ്ങനെയാണ് കേട്ടോ. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തത് കറിയൊക്കെ അവസാനം ആകുമ്പോഴത്തേനും ഇച്ചിരി ഉരുളക്കിഴങ്ങ്, ഇച്ചിരി കിഴങ്ങ്, ഇച്ചിരി ക്യാരറ്റ്, അങ്ങനെ ഇച്ചിരി കായ എല്ലാം കൂടി ഇട്ടിട്ട് അമ്മ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കും, അല്ലെങ്കിൽ തേങ്ങ ഒതുക്കിയിട്ടൊരു കറി ഉണ്ടാക്കും. അപ്പം ഞാനപ്പോൾ കായയും ക്യാരറ്റും മാത്രം
എടുത്തപ്പോൾ കുറച്ചുള്ളൂ. 2 ഉരുളക്കിഴങ്ങും കൂടി ആ കൂട്ടത്തിൽ കൂടി അരിഞ്ഞ് നമുക്കൊരു മെഴുക്ക് പുരട്ടിയാക്കി കിട്ടിയാൽ പോരെ. പച്ചക്കറി എല്ലാം കൂടി ആകുമ്പോഴത്തേനും അടിപൊളിയായിരിക്കും. നമ്മുടെ ഇതിൽ പറയില്ല രോമാഞ്ചത്തിൽ 4 കോവയ്ക്കയും 2 വെണ്ടയ്ക്കയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് കറി ഞാൻ ഉണ്ടാക്കും. അതുമാതിരിയാണ് ഇപ്പോൾ. അപ്പോൾ അതാ നമുക്കത് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കാം. വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, നമ്മൾ സാധാരണ ചെയ്യണത് പോലെ തന്നെയാണ്. പിന്നെ ഇത്തിരി സ്പെഷ്യാലിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചതച്ച മുളകാണ്. കുത്തുമുളകല്ലല്ലോ, പൊടിച്ച മുളക്, ചതച്ച മുളക് എന്നൊക്കെ പറയില്ലേ, ആ മുളകാണ് ഇടുന്നത്. അപ്പം നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ച് പച്ചമുളക്, സവാള, വെളുത്തുള്ളി, വേപ്പില ഇത്ര ഇട്ടിട്ട്, പച്ചമുളക് ഇട്ടില്ല കേട്ടോ ഞാൻ. പച്ചമുളക് ചതച്ച മുളകിന് ഭയങ്കര എരിവായതുകൊണ്ട് പച്ചമുളക് ഇട്ടില്ല. നിങ്ങൾ പച്ചമുളകാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ചതച്ച മുളക് ഇടണ്ട. ചതച്ച മുളകിന് പൊടിയായിട്ടുള്ള മുളകിനേക്കാൾ ഭയങ്കര എരിവാണ്. അപ്പം ഞാനിവിടെ പച്ചമുളക് ഇട്ടിട്ടില്ല, ഞാനിവിടെ ചതച്ച മുളക് ഇട്ടിട്ട് നന്നായിട്ട് മഞ്ഞളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള നമ്മുടെ കായും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചിട്ട് നമുക്ക് താളിച്ചെടുക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ ഒത്തിരി തവണ കാണിച്ചിട്ടുണ്ട്, വേറെ പച്ചക്കറികളൊക്കെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പച്ചയ്ക്ക് നമുക്ക് എങ്ങനെ ഒന്ന് താളിച്ചെടുക്കാം. വേണമെങ്കിൽ ഇതിനെ കുത്തിക്കാച്ചിയതെന്നും പറയാം, കാരണം അതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ചതച്ചല്ല, നമ്മൾ അരിഞ്ഞാണ് സവാളയും വെളുത്തുള്ളിയൊക്കെ ഇതിനകത്ത് ഇട്ടിരിക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വേഗത്തൊന്നും ഇല്ല കേട്ടോ, പുറമേ മാത്രം വേഗം, ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാ എൻ്റെ ഈ കുക്കറല്ല, കട്ടിപ്പരിപ്പിനുള്ള ആദ്യത്തെ പടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇതിലിപ്പോൾ ഇങ്ങനെ ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇനി ഇത് കാണാൻ പറ്റില്ല. കാരണം എനിക്ക് അത്ര അടുപ്പിച്ച് ഫോൺ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കാരണം മൊബൈൽ ഓഫായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ചെറിയൊരു ചട്ടിയിലാക്കിയിട്ട് കുറച്ച് അതാണ് കേട്ടോ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ ഒരു ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടുത്തുകൊണ്ട് കാണിക്കാറുണ്ട്. പക്ഷെ എന്നാൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഞാൻ കാണിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ ചൂട്, എൻ്റെ എന്നല്ല എല്ലാവരുടെ മൊബൈൽ ഭയങ്കര ചൂട് വരുമ്പോഴത്തേനും നമ്മൾ ഈ കിച്ചൻ്റെ സ്റ്റൗവിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ചൂടായി ഫോൺ ഓഫായി പോവും. പിന്നെ അത് കംപ്ലൈൻ്റ് ആവും. എനിക്ക് ഒരു വട്ടം അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനത് വേറൊരു ചെറിയൊരു ചട്ടിയിലേക്ക് മാറ്റി. ഞാൻ വേർത്ത് കുളിച്ചിട്ടോ കിച്ചണിൽ നിന്നിട്ട് ഈ പാകം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക, അത്രയ്ക്ക് ചൂടാണ്. കൈയൊക്കെ അതൊന്നും വെള്ളം കോരി വെച്ചിട്ടുള്ള നനവല്ല, അത് വേർക്കാണ്. അപ്പം പ്രത്യേകിച്ച് ഇപ്പം ആരോടും പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും ഈ ഒരു അവസ്ഥയിൽ കൂടി തന്നെ കടന്നു പോവുക. എനിക്ക് എന്താ തോന്നണെന്നറിയോ, നമ്മളിങ്ങനെ ഒരു ടണലിൽ കൂടി കാറ്റും വെളിച്ചം കയറാത്ത ഒരു കുഴലിൽ കൂടി ഇങ്ങനെ നടന്നു പോവില്ലേ, അതാണ് ചൂട് വരുമ്പോൾ തോന്നണം. കാരണം കാറ്റില്ല, ഭയങ്കര ചൂട് വന്നിട്ട് കണ്ണൻ തലയും കാണാൻ പറ്റണില്ല. എല്ലാവർക്കും അത് തന്നെയാണ് അവസ്ഥ, ഭയങ്കര ഡീഹൈഡ്രേഷൻ. എത്ര വെള്ളം കുടിച്ചാലും എനിക്ക് തോന്നുന്നു 1 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 10 ഗ്ലാസ് കണക്കിന് വെള്ളമാണ് വേർത്തു പോണത്. എ സി ഉണ്ട് നമുക്ക്, എന്നാലും നമുക്ക് കിച്ചണിലല്ലേ എപ്പോഴും നമുക്ക് പോയി AC ഇടാൻ പറ്റുമോ? കറണ്ട് ബില്ല് എന്തോ ചെയ്യും. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് പോയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കൊന്ന് കിടക്കുമ്പോൾ ഇച്ചിരി ഒരു AC ഇടും, രാത്രിയും കുറച്ചൊരു AC ഇടും. പക്ഷെ എന്നാലും ചൂട് കിച്ചണിൽ നിൽക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഓർക്കും എല്ലാവരും അങ്ങനെ തന്നെ ഉണ്ട്, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല, പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്ക് അയ്യോ ഒന്നും പറയാനില്ല, എൻ്റെ കർത്താവേ അവരെങ്ങനെയാണാവോ പണിയെടുത്ത് നിൽക്കുന്നത്, ഒരു രക്ഷയില്ല. അപ്പോൾ ചൂട് ഇനിയും കൂടുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ അങ്ങോട്ട് പോവാമല്ലേ. അപ്പോൾ ഇതാ നമുക്കവിടെ മെഴുക്ക് പുരട്ടി അവിടെ റെഡി ആവുന്നുണ്ട്. ഇതിപ്പോൾ 1-ാം പാലാണ് കേട്ടോ, നല്ല കട്ടിപ്പാൽ. ഇതിപ്പോൾ ഒരു മുഴുവൻ തേങ്ങയുടെ നല്ല കട്ടിപ്പാൽ വെള്ളം കുറച്ച് അടിച്ചെടുത്തതാണ്. നല്ല കുറുകി, ഇപ്പം നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണം തോന്നും. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകിയ പാകത്തിനുള്ള കട്ടിപ്പരിപ്പ് നമുക്ക് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ പറ്റിയ ഏറ്റവും നല്ല ടിപ്പാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നെയ്യ് കുറേ ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് കൂടെ, അങ്ങനെ ഇല്ല കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ മട്ടിച്ചു പോകും. നമ്മുടെയൊക്കെ ഞാനൊക്കെ ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ കുറേ നെയ്യ് ഒഴിക്കും. ഞാൻ ആദ്യം വേവിക്കുമ്പോഴും നെയ്യ് ഒഴിക്കും, പിന്നെ അവസാനവും നെയ്യ് ഒഴിക്കും. അപ്പം നമുക്ക് ടേസ്റ്റ് ഉണ്ട് ഉപ്പ് നോക്കുമ്പോൾ, പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മട്ടിക്കും. അപ്പം ഞാൻ ഓർത്ത് നമുക്ക് നെയ്യുടെ ഒരു അളവ് കുറയ്ക്കാം. അങ്ങനെ കുറച്ച് വെച്ചപ്പോൾ അസാധ്യം. നമുക്കിപ്പോൾ ഈ സദ്യക്കൊക്കെ തരുമ്പോൾ നമ്മൾ എന്തോരം കഴിക്കുക, അവർ അത്രയും നെയ്യൊന്നും ഇടത്തില്ല, ആവശ്യത്തിന് എടുത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ദാ നമുക്ക് പച്ചക്കറി മെഴുക്ക് പുരട്ടി ഉണ്ട്, തൈരുണ്ട്, തൈരല്ലോ കട്ടിപ്പരിപ്പുണ്ട്. അപ്പം നമുക്കിവിടെ
ഇതെന്താണെന്നോ, നല്ല മാങ്ങ നീളത്തിലരിഞ്ഞിട്ട് സവാളയും ഇച്ചിരി പച്ചമുളകും ഇച്ചിരി ഉപ്പും ഇച്ചിരി വിനാഗിരിയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി തിരുമ്മി എടുത്തിട്ടുള്ളൊരു തട്ടിക്കൂട്ട് അച്ചാറാണ്. അച്ചാറെന്നോ ഇപ്പം എന്താ ഇപ്പം അടപ്പത്ത് വെക്കാത്തതുകൊണ്ട് എന്നാലും അച്ചാർ തന്നെയാണല്ലോ, നമ്മൾ വെറുതെ താളിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുന്നില്ലേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പരിപ്പോ സാമ്പാറോ ആണ് ഇവിടെ വെക്കുന്നതെങ്കിൽ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലയിൽ ഊണ് കഴിക്കാൻ. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ചോറ് മുഴുവൻ തിന്നും. കട്ടിപ്പരിപ്പാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ അതാ ഇലയിൽ തിന്നാൻ, അങ്ങനെ ഇലയിൽ തിന്നാൻ വശം ഉണ്ടായിട്ടല്ല, ആ ഇലയിൽ കഴിക്കണത് എൻ്റെ മക്കൾക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും ഓർക്കും, ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കൾ വിളിക്കുമ്പോഴും അവർ പറയും ഞങ്ങൾക്ക് ഇലയിൽ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ ആൻറ്റി. എൻ്റെ കൂട്ടുകാരികളും പറയും ഇലയിൽ കൊടുത്താൽ കഴിക്കൂടി. അപ്പോൾ 1-2 ദിവസമൊക്കെ ഇലയിൽ വെച്ച് കൊടുത്താൽ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അതാ നല്ല ചൂട് കട്ടിപ്പരിപ്പ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് മാങ്ങച്ചാറ്, അത് ഇഞ്ചും പുളിയാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയതാണ്, ഇഞ്ചി കുറച്ച് ബാക്കി വന്നപ്പോൾ. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി, കുറച്ച് കട്ടിപ്പരിപ്പും കുറച്ച് ഇഞ്ചിപ്പുളിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാങ്ങാച്ചാറ്, തട്ടിക്കൂട്ട് മാങ്ങാച്ചാറ്. അപ്പോൾ അവന് ചൂടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കൈ കൊണ്ട് ഒന്ന് വെച്ച് കൊടുത്തു. നമുക്ക് തൃപ്തിയാണല്ലേ, നമ്മുടെ വയറെന്ന് പറയുന്ന പോലെയാണ് മക്കൾ കഴിക്കുമ്പോൾ. അപ്പം ഇലയിലൊന്നുമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഒരു പാത്രത്തിലിട്ടിട്ട് കഴിച്ചായിരുന്നു. ഏട്ടൻ എന്തോ ഓൺലൈനിൽ എന്തോ ചെയ്യാനുണ്ടായിരുന്നുണ്ട്. ഏട്ടൻ അവസാനമാണ് വന്ന് കഴിച്ചത്. എന്നാലും 4 പേര് അവസാനം ഒന്നിച്ച് തന്നെ വന്നിരുന്നു. ഞാനെടുത്തു, പിന്നെ ഏട്ടനും ഫുഡ് കഴിച്ചു. അപ്പോൾ അതാ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് പോയി കിടന്നു. രാവിലെ കുളിച്ചതാണ്, പക്ഷെ എന്നാലും അല്ലേ ഒരു രക്ഷയില്ല. ഇപ്പോൾ രാവിലെ കുളിക്കും, വൈകിട്ട് മേല് കഴുകും, രാത്രി കിടക്കണുമ്പോൾ മേല് കഴുകും, ഇതൊക്കെ തന്നെ വെള്ളത്തിലാണ് ഇപ്പോൾ ഫുൾ ടൈം, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കിതാ വൈകുന്നേരത്തേക്കുള്ള സ്നാക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചോപ്പറിൽ, ഇത് വലിയൊരു സഹായമാണ് അടുക്കളയിൽ ചോപ്പർ. എത്ര സമയമാണ് നമുക്കിതിൽ ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് സേവായി കിട്ടുന്നതെന്നോ. അപ്പം നമുക്കിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് പലഹാരമാണ്. അതിന് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര ഇടുക. അപ്പോൾ അന്നമോളെ വെക്കേഷൻ വരുമ്പോൾ അങ്ങനെയാണല്ലോ പെമ്മക്കൾ പ്രത്യേകിച്ചും സഹായിക്കട്ടെ അമ്മ എന്ന് പറഞ്ഞ് വന്നിട്ട് സഹായിക്കുകയാണ്. അപ്പോൾ എനിക്കിത് പൊടിയായിട്ട് എനിക്ക് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ അവൾ ചെയ്തപ്പോഴത്തേനും കുറച്ച് വലിപ്പത്തിലാവുന്നത്. പിന്നെ പയ്യെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ബ്ലേഡിൽ ഇങ്ങനെ മുറിയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ തിരിയത്തില്ല. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ചെറിയ ഇതാക്കി എടുക്കുക. എന്നാൽ അവൾ വഴക്കൊക്കെ പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് പോവില്ല കേട്ടോ, സഹായിച്ചൊക്കെ തരും, നമുക്ക് എന്തൊക്കെ വേണമെങ്കിലൊക്കെ ചെയ്തൊക്കെ തരും. അവളെ കൊണ്ട് പറ്റണ പോലെ എന്തെങ്കിലും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയും വേണ്ട, എന്തിനാണ് അമ്മ ചെയ്ത് തരാമെന്ന് പറയും. പക്ഷെ എന്നെ സഹായിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതാ ആ പച്ചമുളക്, ഇഞ്ചി അതിൻ്റെ കൂട്ടിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി, കടലപ്പൊടി, ആദ്യം കടലപ്പൊടി ഇട്ട ശേഷം ചതച്ച മുളക് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. മറ്റേ പൊടിമുളക് ഇട്ടിട്ടില്ല. കുറച്ച് കായം, ആവശ്യത്തിന് ഉപ്പ്, വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർക്കാം, കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കണമെങ്കിൽ. പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇച്ചിരി അരിപ്പൊടി അളവ് കൂടിപ്പോയാൽ പോയി സാധനം, പിന്നെ എറിഞ്ഞാൽ മറിഞ്ഞു വീഴും. ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കരമായിട്ട് വീർത്തും വരും. അത് ഭയങ്കര കട്ടിയായിരിക്കും. അരിപ്പൊടി നമ്മൾ അളവ് തെറ്റിയിട്ടാണ് ഇടുന്നതെങ്കിൽ. അപ്പോൾ ഞാൻ അരിപ്പൊടി ഇട്ടില്ല. അതിന് പകരം ഇത്തിരി ബ്രെഡ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി ഇട്ടു. അന്നമോൾക്ക് ഈ വക പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഹിന്ദിക്കാരൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട്, റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അവർ പിന്നെ ഈ അജ്വൈൻ പൗഡർ അങ്ങനത്തെ ഇതൊക്കെ ഇല്ല, നമ്മൾ ഈ ചാട്ടിലൊക്കെ ഇടുന്ന ചാട്ട് മസാല, അജ്വൈൻ പൗഡർ, പിന്നെ കളറ്, അതൊക്കെ ഇട്ടിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ ഇതും ടേസ്റ്റിയാണ്. അപ്പോൾ കടലപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, സവാള, വേപ്പില, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ബ്രെഡ്, ഉപ്പ്, കായം, മുളക് പൊടി, ഇത്രയും സംഗതികൾ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ. അപ്പോൾ എൻ്റെ കുഞ്ഞ് പാചകറാണി കിച്ചണിൽ കയറിയിട്ടുണ്ട് കട്ടൻ ചായ ഇടാനായിട്ട്. കട്ടൻ ചായ ഇടും, മുട്ട വറുക്കും. ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അടുത്ത് നിൽക്കും, എനിക്ക് പേടിയാണ് വല്ലതൊക്കെ ചേർത്ത്. ഞാൻ മാക്സിമം ഞാൻ ഓടിക്കും, ഞാൻ അടുക്കളയെന്ന് പൊയ്ക്കോന്ന് പറയും, ഞാൻ ചെയ്തു തന്നോളാന്ന് പറയും. ഞാൻ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയിട്ട് ചെയ്തു, എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഇപ്പോൾ ദേഹത്തെക്കുറിച്ച് ഇച്ചിരി വീണിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ വയ്യ. അപ്പോൾ അവിടെ താഴെ വീണ പൊടിയൊക്കെ അപ്പം തന്നെ തുടച്ച് കളയാണ് ഞാൻ. മാക്സിമം ഞാൻ ഇങ്ങനെ പൊടി അടുക്കളയെന്നൊന്നും ഞാൻ പറയുന്നുള്ളൂ, പക്ഷെ ഇവള് പോണ്ടേ. ഞാൻ അങ്ങനെ അപ്പോൾ ഞാനവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതാക്കി എടുക്കുന്നത്. ഇതിങ്ങനെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കുറേശ്ശെ ഒരു കുട്ടി ബോൾ പോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് എണ്ണ വെച്ചത്. അപ്പം ഇട്ട വഴിക്ക് പയ്യെ ഒന്ന് കരിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ ഞാൻ സിമ്മിലിട്ട് കത്തിച്ചു. അങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്തപ്പോൾ ആയതിനെ കണ്ട ഒന്ന് രണ്ടെണ്ണം കുറച്ചൊന്ന് വേറെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്മാരെ പോലെ ഇരിക്കുന്നത് വേറെ കളർ
കളറായിട്ടിരിക്കണത്. ഒരേ സമയം ഇട്ടതാണെങ്കിലും ആദ്യം ഇട്ടത് ഇത്തിരി തീ കൂടിപ്പോയപ്പോൾ ഒന്ന് കളർ മാറിപ്പോയി. അപ്പോഴേക്കും തന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളുവശം വേഗില്ല കേട്ടോ. അത് തന്നെയല്ല, നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ തൊട്ടൊന്ന് ജസ്റ്റ് ഉപ്പ് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഭയങ്കര ബോറാണ്, ടേസ്റ്റ് ഉണ്ടാവില്ല. കായത്തിൻ്റെ പൊടി ഇടണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കളറൊക്കെ വേണമെങ്കിൽ ഇടാം, അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതാ വൈകുന്നേരത്ത് നമ്മുടെ ചായക്ക് നല്ല ഉള്ളിൽ നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ആ ബ്രെഡിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. നല്ല സൂപ്പറാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിതൊന്നും ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടി ഈസ്റ്റ് ഇട്ട് വെക്കുക അങ്ങനെ ഒന്നും വേണ്ട, സോഡാപ്പൊടിയുടെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്